ഹായ് ഗൈസ്. സോ നമ്മൾ മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ കോഡിൽ ബാക്കിയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തേ വർക്ക് ആവണില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഗോത്രൂ ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടുപിടിച്ചു എന്നറിയില്ല, പക്ഷേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണെന്നുള്ളത്. നമ്മൾ ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, സബ്സ്ട്രാക്റ്റ്, മൾട്ടിപ്ലൈ, ഡിവൈഡ് ഒക്കെ. പക്ഷേ നമ്മളൊരു ഇവന്റ് ലിസണർ വെച്ചിട്ട് നമ്മുടെ പർട്ടിക്കുലർ എലിമെൻ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. സോ ഇവിടെ ആഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബട്ടൺസ് ഉണ്ട്. ഇവിടെ എച്ച് ടി എം എൽ നമ്മുടെ വെൻഡർ ഡോട്ട് ജി എസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ബട്ടണിന് നമ്മുടെ എലമെൻറ്റ് വെച്ച് എടുക്കുന്നുണ്ട്. ബട്ടൻ്റെ എലമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സബ്സ്ട്രാക്റ്റ് ബി ടി എൻ, മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്, അങ്ങനെ ഓരോ ബി ടി ഉണ്ട്. സോ അതിനൊക്കെ നമ്മുടെ ഇവന്റ് ലിസണർ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണം, ലൈക്ക് ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ഇവൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇവൻറ്റ് ആയിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇവിടെ ക്ലിക്ക് എന്നൊരു ഇവൻ്റാണ്. സോ ഇവിടെ ക്ലിക്ക് നടക്കുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സോ അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കേസിൽ ആഡ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ആഡ് ബട്ടൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ സബ്സ്ട്രാക്റ്റ് ബി ടി എൻ കൊടുത്തു, ഫംഗ്ഷൻ വന്നിട്ട് സബ്സ്ട്രാക്റ്റ്, പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ, ഇവിടെ ഡിവൈഡ്. ഓക്കെ, അതേപോലെ മൾട്ടിപ്ലൈ ബി ടി എൻ, ഇതേപോലെ ഡിവൈഡ് ബി ടി എൻ. നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം വർക്കാവുണ്ടോന്ന്. 1 മൈനസ് 2 മൈനസ് വർക്കാവുന്നുണ്ട് നമ്മുടെ കേസിൽ. ഇനി ഒന്ന് റീലോഡ് ചെയ്യാം. 1 ഇൻറ്റു 7 ഇൻറ്റു, കാരണം 0 ആണ് ഇനീഷ്യൽ വാല്യൂ കിടക്കുന്നത്, അതുകൊണ്ടാണ് 0 തന്നെ വരുന്നത് നമുക്ക്. സോ നമ്മുടെ കാൽക്കുലേറ്റർ കോഡ് ഓൾമോസ്റ്റ് വർക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ വരുന്നുണ്ട്. ഇപ്പോൾ ഇവൻറ്റ്സ് വലിച്ചിട്ട് മൾട്ടിപ്ലൈ, ഡിവിഷനും എല്ലാം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇനീഷ്യൽ വാല്യൂ 0 കിടക്കണം, അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് നമ്മൾ ചേഞ്ച് ചെയ്യാം. അതിന് മുമ്പ് ഇന്ന് ഞാൻ ഗോത്രൂ ചെയ്യാൻ വേണ്ട മറ്റൊരു ടോപ്പിക്കാണ് കോഡ് കമൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ചെറിയ ടോപ്പിക്കാണിത്, പക്ഷേ അത് കുറച്ച് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ കോഡ് കമൻറ്റ്സിലേക്ക് കിടക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ കോഡ് എഴുതുമ്പോൾ ഒരു ഫീച്ചർ ഉണ്ട്, അത് കമൻറ്റിങ് എന്ന് പറയുന്നു. കമൻറ്റ്സ് ശരിക്കും എന്തിനാണെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ള ഡെവലപ്പേഴ്സിന് നിങ്ങളുടെ കോഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക കൂടുതലും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോഡ് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്തിനാ എഴുതിയിരിക്കണേ എന്ന് നിങ്ങൾക്കൊരു തോന്നും. കാരണം നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് അങ്ങനെയായിരിക്കും. ലൈക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയെന്നുള്ളത്. സോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ്സ് കൊടുക്കുന്നത്, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ്സ് കൊടുക്കുന്നത്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ കമൻറ്റ്സ് എഴുതാം എന്നുള്ളതാണ്. 2 വിധത്തിൽ എഴുതാം. ആദ്യം നമ്മൾ സിംഗിൾ ലൈൻ കമൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ 2 സ്ലാഷ് ഇടുക, സ്പേസ് ഇട്ടിട്ട് ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറഞ്ഞ സാമ്പിളായിട്ട് കൊടുത്തു. ഇതെന്ന് വെച്ചാൽ ബ്രൗസർ ഇഗ്നോർ ചെയ്യും. ഇത് കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല, എററും കാണിക്കില്ല ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. കാരണം ഇത് ബ്രൗസർ ഇഗ്നോർ ചെയ്യണമല്ലോ. പക്ഷേ കോഡ് വായിക്കുന്ന ആളിന് ഒരു ഹിൻറ്റ് കിട്ടും, ലൈക്ക് എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെച്ചാൽ അടുത്ത കമൻറ്റ് എന്ന് വെച്ചാൽ 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് കമൻറ്റ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, സിംഗിൾ ലൈൻ എഴുതാം. പിന്നെ ഉള്ളത് നമ്മൾ മൾട്ടി ലൈനാണ്, എന്ന് വെച്ചാൽ ബ്ലോക്കായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുന്നത്. സോ ഒരു കമൻറ്റ് മൾട്ടിപ്പിൾ ലൈനായിട്ട് എഴുതേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് മാറ്റിയിട്ട് */ ഇട്ടു. ഓക്കെ, */ ഇട്ട ഇത് ഇവിടെ തൊട്ടിട്ട് താഴേക്ക് ഫുള്ള് ഇതാവും. എവിടം വരെ എഴുതണം. സോ എവിടം വരെ എഴുതണമെങ്കിൽ നമ്മൾ തിരിച്ച് */ വെച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാൻ പറ്റും ദിസ് ഈസ് എ കമൻറ്റ് ബ്ലോക്ക്. ചുമ്മാ കണ്ടോ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ എഴുതാൻ പറ്റും, എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇവിടെയുള്ള എല്ലാ കമൻറ്റും അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന അത് കമൻറ്റ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. അത് കോഡ് ബ്രൗസർ ഇഗ്നോർ ചെയ്യും, കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല അതിന് വേണ്ടിയിട്ട്. ഓക്കെ, കോഡ് റൺ ചെയ്യുമ്പോൾ അത് ട്രീറ്റ് ചെയ്യില്ല ഇതിനുള്ളിൽ എഴുതിയിരിക്കുന്ന കമൻറ്റ്സിനെ. ഓക്കെ, ഇനി നമ്മുടെ കാൽക്കുലേറ്റർ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോഡിൽ ചില കമൻറ്റ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ.
നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാം, ഇത് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റർ ആപ്പിൽ നമുക്ക് ഇത് ഇനീഷ്യൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു ഹിൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റോർസ് ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ കമൻറ്റ് ഇവിടെ ഗെറ്റ് വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് ഫങ്ഷനിൽ, അവിടെ നമുക്ക് എഴുതാൻ പറ്റും കമൻറ്റ്സ്. ഗെറ്റ് യൂസർ ഇൻപുട്ട് വാല്യൂ ഫോർ ദി കാൽക്കുലേറ്റർ എന്നും പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ കമൻറ്റ് ബേസിക്കലി നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ യൂസർ ഇൻപുട്ട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്കൊരു എന്താ പറയുക ചെറിയ ഐഡിയ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, കാൽക്കുലേറ്ററിൽ നിന്ന് വരുന്നതാണ് എന്താ പറയുക ഒരു മനസ്സിലാവും. കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുന്ന ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ്സ് ഓവർഡു ചെയ്യരുത്. ഒരു ഒബിയസ് തിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫംഗ്ഷൻ. ഓക്കെ, സോ അവിടെ നമുക്ക് ആഡ് ഫംഗ്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ ആഡിങ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും നമുക്ക് കമൻറ്റ്സ്. ഓക്കെ, പക്ഷേ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം തന്നെ ആഡ് എന്ന് ഇവിടെ പറയുന്നത് നമുക്ക് അത് വെച്ചാൽ ഭയങ്കര മീനിങ് ഫുള്ളാണ് ഫംഗ്ഷൻ്റെ പേര്. സോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് ആഡ് ചെയ്യാനുള്ളതാണെന്നുള്ളത്. സോ അത് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് ഇതിന് കമൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിന് ഓവർഡു ആവും കമൻറ്റ്സ്. ഓക്കെ, സോ ഇൻസ്റ്റഡ് നമ്മൾ കമൻറ്റ്സിൽ എക്സ്ട്രാ കണ്ടൻറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ക്രിയേറ്റ് ഔട്ട് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. സോ അതിൽ നമുക്ക് ഫംഗ്ഷൻ കൊടുക്കുക, കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്താ എഴുതിയേക്കണേ എന്നുള്ളത്. സോ നമുക്ക് അതിന് വേണ്ടി കമൻറ്റ്സ് കൊടുക്കാം. ഇവിടെ നമുക്ക് എഴുതാം ജനറേറ്റ് ആൻഡ് കാൽക്കുലേഷൻ ലോഗ്. സോ ഞാൻ പറയുക ജനറേറ്റ് ആൻഡ് റൈറ്റ് ലോജിക് ആണ് ഉദ്ദേശിച്ചത്, ലോഗ്സ് ആണ് ഉദ്ദേശിച്ചത്. ലോഗ് പിന്നെ കാൽക്കുലേഷൻ്റെ കാൽക്ക് ഞാനിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കമൻറ്റ്സ് ഇവിടെ ഷോർട്ട് ആണെങ്കിൽ യൂസ്ഫുള്ളാണ്. ഓക്കെ, കാരണം ഫംഗ്ഷന് കാണുന്ന ആൾക്ക് കാണുന്ന യൂസർ അല്ലെങ്കിൽ കാണുന്ന ഡെവലപ്പറിന് ഇത് മനസ്സിലാവും ആക്ച്വലി എന്താ ചെയ്തിരിക്കുന്നത്. ഇത് ലോഗ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണെന്ന് കാണുമ്പോൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആക്ച്വലി. സോ അതൊക്കെ ബെറ്ററാണ്. പിന്നെ നമുക്ക് വെച്ചാൽ ആഡിങ് ഇൻലൈൻ കമൻറ്റ്സും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഇവിടെ പാസ്പോർട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതാ ഫ്രം ദി വെൻഡർ JC എടുക്കുന്നത്. സോ അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സോ ഇവിടം വരെ എക്സിക്യൂട്ട് ചെയ്യും. ഈ // ശേഷമുള്ള ഒരേ ലൈനിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യില്ല കൊടുത്തു കഴിഞ്ഞാൽ. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കമൻറ്റിൽ ഇങ്ങനെ ഫംഗ്ഷൻ കൊടുക്കാം. ആക്ച്വലി ഇതും ഹെൽപ്ഫുള്ളാണ്. കാരണം മറ്റൊരാൾക്ക് ഫയൽ സ്ട്രക്ചർ അറിയില്ലെങ്കിൽ ആക്ച്വലി ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വെണ്ടർ ഫയൽ .js കിടക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് vendor.js വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് ഹെൽപ്ഫുള്ളാണ് കമൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് കമൻറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം. പിന്നെ കണ്ടക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഒബിയസ് തിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഓവർ കമൻറ്റ് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾ എസ്സേ പോലെ എഴുതുകയാണെങ്കിൽ കമൻറ്റ്സിലൊക്കെ എസ്സേ പോലെ എഴുതുകയാണെങ്കിൽ ആരും തന്നെ വായിക്കാൻ പോണില്ല കമൻറ്റ്സ്. ഓക്കെ, സോ ഞാനിവിടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ്സ് ബേസിക്കലി ആർ ലൈക്ക് എ നോട്ട്സ് യു ലീവ് ഫോർ യുവർ ഫ്യൂച്ചർ സെൽഫ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് തന്നെ കോഡ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗൈഡാണെന്നും പറയാം. സോ ഒരു കോട്ടും കൂടി ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുഡ് കോഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ് സെൽഫ് ബട്ട് ഗ്രേറ്റ് കോഡ് ടോക്സ് ത്രൂ കമൻറ്റ്സ് ആക്ച്വലി. സോ അതുകൊണ്ട് നിങ്ങളുടെ കോഡ് സംസാരിക്കട്ടെ. മേക്ക് യുവർ കോഡ് ടോക്ക്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്. ബൈ.